യെസ്, വീണ്ടും സ്വാഗതം. അങ്ങനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഇന്നലത്തെ ഞെട്ടിച്ച ഒരു ആക്രമണമായിരുന്നു. ദൗർഭാഗ്യകരമായ ഒരു സംഭവം അല്ലേ? അതെ. ഡോക്ടർക്ക് വെട്ടേറ്റതിൽ ഇപ്പോൾ സംസ്ഥാനത്തെ ഡോക്ടർമാർ പ്രതിഷേധിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ OP ബഹിഷ്കരിക്കും. അതെ, അത്യാഹിത വിഭാഗം മാത്രമേ ഇന്ന് പ്രവർത്തിക്കുകയുള്ളൂ. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിൽ KGMOയുടെ പ്രതിഷേധ ധർണയും ഇന്ന് നടക്കും. ഡോക്ടറെ വെട്ടിയ കേസിൽ പിടിയിലായ സനൂപിനെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സനൂപിന്റെ മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചില്ലെന്നും രാസപരിശോധനാ ഫലം വൈകുന്നതാണ് കാരണമെന്നും താമരശ്ശേരി DYSP ചന്ദ്രമോഹൻ പറഞ്ഞു. ദൃശ്യ പുതിയടത്ത് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ദൃശ്യ, വളരെ ദൗർഭാഗ്യകരമായ സംഭവം, അതിന് ശേഷമുള്ള തുടർ പ്രതിഷേധങ്ങളൊക്കെ ഇന്നുണ്ടാകും. അപ്പോൾ എവിടെയാണ് എല്ലാ KGMOയെ ഡോക്ടർമാർ പങ്കെടുക്കുന്ന പ്രതിഷേധങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ മിക്കയിടങ്ങളിലും OP തടസ്സപ്പെടാനുള്ള ഒരു സാധ്യതയൊക്കെ കാണണം. അതിനപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ ഡെവലപ്മെന്റുകൾ എന്തൊക്കെ? ജിൽസി, സേഫ്, ഞാനിപ്പോൾ ഉള്ളത് ഇന്നലെ ഈ ഡോക്ടർ വിപിന് വെട്ടേറ്റ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെ വെച്ചാണ് ഇന്നലെ ഈ ഡോക്ടർ വിപിനെ ഈ 9 വയസ്സുകാരിയുടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ പിതാവ് സനൂപ് ഇന്നലെ ഇവിടെ വെച്ചാണ് വെട്ടുന്നത്. ഇതിനുശേഷമായിരുന്നു ഇത് വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ KGMOയെ ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ന് ഈ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലെയും ഈ OP ബഹിഷ്കരിച്ചുകൊണ്ടാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ഇത് കൂടാതെ തന്നെ ഇന്ന് IMA സംസ്ഥാന വ്യാപകമായി ഈ പ്രതിഷേധ ദിനം കൂടി ആചരിക്കുന്നുണ്ട്. ഇത് ഇന്ന് ഈ കോഴിക്കോട് താമരശ്ശേരിയിൽ IMAയുടെ ഒരു പ്രതിഷേധം കൂടിയുണ്ട്. രാവിലെ 9 മണിയോടെ പ്രതിഷേധം നടക്കും. ഇത് കൂടാതെ തന്നെ ഈ KGMOയെ ഈ കോഴിക്കോട് കളക്ടറേറ്റിൽ 11 മണിക്ക് പ്രതിഷേധ ധർണ നടത്തുന്നുണ്ട്. ഇതിനുശേഷം ഇവർ കളക്ടറെ കാണും. ഇവർ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കൃത്യമായ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റോ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സമീപത്തുള്ള ഈ ആശുപത്രി ആണെങ്കിൽ പോലും കൃത്യമായ ഒരു പോലീസ് സുരക്ഷ ലഭിച്ചിട്ടില്ല. അത് ഇന്നലത്തെ സംഭവത്തിൽ നിന്ന് തന്നെ കൃത്യമായി വ്യക്തമാണ്. ഈ സമയത്ത് ഇന്നലെ സംഭവം നടക്കുന്ന സമയത്ത് പോലീസിന്റെ ഒരു സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് ഈ വിപിൻ ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാർ തന്നെ ഇന്നലെ പരാതി പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾ എത്തുന്ന ആശുപത്രി ആയിട്ട് പോലും ഇതിന് കൃത്യമായൊരു പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ആശുപത്രി ആയിട്ട് പോലും കൃത്യമായി കൃത്യമായി പോലീസിന്റെ സുരക്ഷ ഇവിടെ ലഭിച്ചിരുന്നില്ല. ഇതിൽ തന്നെ ഈ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷം ഈ സർക്കാർ ഡോക്ടർമാർക്കും ഈ ആശുപത്രിയിലെ ജീവനക്കാർക്കും കൃത്യമായി സുരക്ഷ ഉറപ്പാക്കുമെന്നുള്ള ഒരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇനി ഈ സംഭവത്തിന് ശേഷമെങ്കിലും ആരോഗ്യ വകുപ്പും സർക്കാരും കണ്ണു തുറക്കണം എന്നുള്ളൊരു ആവശ്യമാണ് KGMOയുടെ ഭാഗത്തു നിന്നും ഈ IMAയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉയരുന്നത്. അതുവരെ ഈ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് പ്രതിഷേധ ദിനമായി ആചരിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ കോഴിക്കോട് ജില്ലയിലെ ആശുപത്രികളിലെ OP ഒഴികെയുള്ള അത്യാഹിത വിഭാഗം ഒഴികെയുള്ള മറ്റെല്ലാ സേവനങ്ങളും നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം ഉൾപ്പെടെയുള്ള ഈ സേവനങ്ങൾ ഇന്നലെ നിർത്തിവെച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടെ ഒരു രോഗിയെ കൊണ്ടുവരികയും അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇന്നിവിടെ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധവുമായി തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് പോകുന്നത്. ഈ അനയുടെ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഈ അനയെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചല്ല മരിച്ചത് എന്ന് ഈ അച്ഛൻ അറിയുകയുണ്ടായി എന്ന് ഇന്നലെ ഈ നമ്മളോട് സംസാരിച്ച ഈ 9 വയസ്സുകാരുടെ അമ്മ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ 9 വയസ്സുകാരുടെ പിതാവ് ഇത്തരത്തിലൊരു സമ്മർദ്ദത്തിലാവുകയും മറ്റും ചെയ്തത്. എന്നാൽ അത്തരത്തിലൊരു റിപ്പോർട്ടും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അല്ല എന്നത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഈ വിവരം പങ്കുവച്ചത്. കൂടാതെ തന്നെ അത്തരത്തിലുള്ള ഒരു രേഖകളും ഈ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള രേഖ ലഭിച്ചാൽ മാത്രമേ. ശരി ദൃശ്യ, ജിൽസി, ഇത് അങ്ങേയറ്റം നിരാശാജനകമായ അവസ്ഥയാണ്. കാരണം ഡോക്ടർ വന്ദനാദാസിന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. കേരളീയരുടെ നൊമ്പരമായി ഇപ്പോഴും വന്ദനാദാസ് അവിടെ നിൽക്കുന്നു. അന്ന് വന്ദനാദാസിന്റെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് ഉറപ്പ് നൽകിയതാണ് എല്ലാ ഈ ആശുപത്രി മേഖലകളിലും ഡോക്ടർമാർക്ക് നഴ്സുമാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത്. വീണ്ടും ഇന്നലെ അതിക്രമം അത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നു.